بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. പുതിയ അധ്യയന വർഷത്തിന് വേണ്ടി സ്കൂൾ, മദ്രസ, കലാലയങ്ങളൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയും തുടങ്ങിയുമൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പ്രവേശനോത്സവങ്ങൾ മദ്രസ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആഴ്ചകൾ കഴിഞ്ഞാൽ സ്കൂൾ തലങ്ങളിൽ അത് വേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ ഒരുക്കങ്ങളിലാണ് സമൂഹം മുഴുവനും. ലോകത്തൊരു ഗുരുനാഥന്റെ ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആമുഖമായി നാം മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുത. സർവശക്തനായ തമ്പുരാൻ അവന്റെ സൃഷ്ടികളെ പടച്ചയക്കുന്ന നേരത്ത് ഓരോ കാലഘട്ടത്തിലും ഓരോ യുഗത്തിലും നാടുകളിലും പ്രവിശ്യകളിലുമൊക്കെ ഗുരുനാഥന്മാരെയും കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്നാണ് ഖുർആന്റെ ഒരു ഉദ്ധരണി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅല്ലിമായിരുന്നു എന്നതാണ്. ആദം നബിയുടെ മുഅല്ലിം അല്ലാഹയാണ്. എന്നാൽ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾക്ക് മുഅല്ലിമായിരുന്നു, അധ്യാപകനായിരുന്നു. അംബിഉഹും ബിഅസ്മാഇഹിം. മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുഅല്ലിമായിരുന്നു എന്ന് മഹാന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ തഫ്സീറുൽ ബഹറുൽ മുഹീത്ത് ഇത് ഉദ്ധരിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ ഏതൊരു സമൂഹവും സമുദായവും വന്നിട്ടുണ്ട് എങ്കിൽ അവർക്കൊരു ഗുരുനാഥൻ, ഒരു വഴികാട്ടി ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദ് ഇന്നമാ അൻത മുൻദിർ വലികുല്ലി ഖൗമിൻ ഹാദ്. ഒരു വഴികാട്ടി കടന്നു പോവാത്ത ഒരു സമൂഹവും ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാ സമൂഹങ്ങൾക്കും ഒരു വഴികാട്ടി, ഒരു മാർഗദർശി, ഒരു ഗുരുനാഥൻ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനും പറഞ്ഞത് ഗുരുനാഥൻ എന്നാണ്. അവിടുത്തെ പദവിയും സ്ഥാനവും ലോകത്തിന്റെ ഗുരു എന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന്റെ മുന്നേ 2600 കൊല്ലങ്ങൾക്ക് മുമ്പ് BC 2000 സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ അധ്യാപകന്റെ ആവിർഭാവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച വാക്കുകൾ പോലും ആയത്തായി ഉദ്ധരിച്ചു എന്നുള്ളതാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അജ്ഞരായിരുന്ന ഒരു സമൂഹത്തെ സമുദ്ധാരണത്തിലേക്ക് കൊണ്ടുവരാൻ, കാനന സമാന ജീവിതം നയിച്ചിരുന്ന ഒരു സമൂഹത്തെ കാലഘട്ടത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു നിയോഗം വേണമെന്ന് കാലങ്ങൾക്ക് മുമ്പേ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ കഅബയുടെ പടവുകൾ പണിതു തീർക്കുന്ന നേരത്ത് ഗദ്ഗദത്തോടുകൂടെ അല്ലാഹുവോട് ദുആയിരുന്നതാണ്. എന്തിനാണ് ഒരു ഗുരുനാഥൻ, ഒരു ഗുരുശിക്ഷണം എന്തിനാണ്? ഗുരുശിക്ഷണത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന നിയമങ്ങളുടെ പിന്തുണ ഉള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തെ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധം തച്ചു തകർക്കപ്പെടുന്നതായ ആനുകൂല്യങ്ങളും
സംരക്ഷണവും നിയമവഴിയിലും അല്ലാതെയും മക്കൾക്ക് വലയം തീർക്കുന്ന ഈ സാഹചര്യത്തിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് പഴയകാല മഹർഷിമാരുടെ ചുറ്റിലേക്കും മക്കളെ പറഞ്ഞയച്ച് തിരിച്ചുവരവിനെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കാത്തിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി സർവ്വതും സമർപ്പിച്ച പൂർവികരെ കുറിച്ച് ഓർക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഗുരു ശിക്ഷണം എന്തിനാണ്? ഗ്രന്ഥത്തിലുള്ളത് പകർന്നെടുക്കൽ മാത്രമല്ല, ഗുരു ശിക്ഷണത്തിലൂടെ ഗ്രന്ഥം വാചാലമാകുന്നതിനേക്കാൾ കൂടുതൽ അധ്യാപകന്റെ സാന്നിധ്യവും സാമീപ്യവും നിശബ്ദതയിൽ വാചാലമാകുന്ന ഒരുപാട് പാഠ്യപദ്ധതികളുണ്ട്. ഗുരു ശിക്ഷണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം നല്ല സംസ്കാരത്തിന് ജന്മം നൽകുന്നു എന്നുള്ളതാണ്. ഖുർആൻ അത് തന്നെ പറഞ്ഞു. ലോകത്തിന്റെ ഗുരുവിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ബിസി 2000 ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ ഗുരുവിന് വേണ്ടി പ്രാർത്ഥിച്ച വാക്കുകൾ ആയത്തിന്റെ പ്രാധാന്യത്തിൽ തന്നെ ഉദ്ധരിച്ച് പരിശുദ്ധ ഖുർആൻ റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക്, പരിശുദ്ധ ഖുർആനിന്റെ സ്വയം സംസ്കരണം ഉണ്ടായിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ തന്നെയായിരുന്നു ജീവിതം, ഖുർആൻ തന്നെയാണ് ഇവിടുത്തെ സ്വഭാവം. സ്വഹീഹ് മുസ്ലിം അൻ ആയിഷ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ ഉള്ളത് പകർന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവിടുത്തെ അനുവാചകരിൽ, അവിടുത്തെ പ്രബോധിതരിൽ ഈ ഖുർആൻ പഠിപ്പിച്ച മനുഷ്യ സ്നേഹത്തിന്റെ ധാരാളം തത്വങ്ങൾ അവിടുന്ന് ജീവിതത്തിന്റെ ശീലങ്ങളാക്കി കൊടുത്തു. അതുവഴി അവരെ സംസ്കരിച്ചു. വയുസക്കീഹിം, ഇങ്ങനത്തെ ഒരു പ്രവാചക നിയോഗം വേണമെന്ന് കാലയെക്കൂട്ടി ദുആയിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹു അത് നടപ്പാക്കി. സൂറത്ത് ആലി ഇംറാൻ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആദ്യം ഓതിയ അൽ ബഖറയുടെ ആയത്തിന്റെ അതേ വാക്കുകളെ ആവർത്തിക്കുന്ന പോലെ ആലു ഇമ്രാനിൽ പ്രസ്തുത ദുആഇന്റെ ഇജാബത്ത് നടപ്പാക്കപ്പെട്ടു എന്ന് ഖുർആൻ വീണ്ടും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു അധ്യാപകൻ അത്ര വലിയ ശ്രേഷ്ഠമായ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നല്ല അധ്യാപനങ്ങളിലേക്ക് ജീവിതത്തെ എത്തിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ പിൻതലമുറക്കാർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ഗുരുനാഥനെ നമ്മൾ എവിടെയാ സ്ഥാനം കൊടുത്തിരുത്തേണ്ടത്? ഗുരുനാഥൻ ഹൃദയത്തിന്റെ അകത്താവേണ്ടത്. ഏറ്റവും പ്രിയപ്പെട്ടത് ഗുരു പറഞ്ഞത് ആവണം എന്നുള്ളിടത്ത് മാത്രം ചിന്തിച്ച ആളുകളുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അങ്ങനെയുണ്ട്. അത് പല ഭാഷകളിൽ പള്ളിയിൽ വന്നുകൊണ്ട് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത് കേട്ട് അത് തന്നെയാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച ഗുരുനാഥന്റെ വാക്കുകൾക്ക് പിന്നിൽ നിന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യലുകൾക്കുള്ള സ്വാതന്ത്ര്യത്തിന് ഒരു പരിധി നിശ്ചയിക്കപ്പെടാതെ പോകുന്ന ഒരു കാലം. ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ണിക്കണ്ടവനെ ചീത്ത പറയാനും മറ്റു മതങ്ങളെ, അവരുടെ സംസ്കാരങ്ങളെ പിച്ചി ചീന്താനും, മാനനഷ്ട കേസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളിൽ ഉണ്ട് എങ്കിൽ അതിനു പോലും അർത്ഥമില്ലാത്ത വിധം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരു സമൂഹത്തെയും സംസ്കാരത്തെയും പിച്ചി ചീന്താനും കേരളത്തിന്റെ ചരിത്രത്തെ ഒടിക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനും സുപ്രീം കോർട്ടിന്റെ പോലും പിന്തുണ വരുന്ന ഒരു നാട്. നിയമങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ ഗുണത്തിനല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഈ കാലം ഒരു ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ വിളംബരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തച്ചു തകർക്കപ്പെടുന്ന മാനുഷിക മൂല്യങ്ങൾ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നതിനെ വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവിടുത്തെ പിൻഗാമിയായ ഇമാം മഹ്ദിയുടെ വരവ്, അവിടേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഗുരുനാഥനെ സമൂഹം എവിടെയാണ് കുടിയിരുത്തിയിരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പിന്നാമ്പുറ വചനങ്ങൾ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് വായിക്കണം. ആ ഓർമ്മകളിൽ ഒന്നെത്തണം. ഗുരുവിന് കൊടുക്കേണ്ട സ്ഥാനം ഹൃദയമാണ്. ഗുരുനാഥൻ എവിടെയാണ്?
അയാളെ ഞാൻ കാണിച്ചു കൊടുക്കാം, അയാളെ ഞാൻ ശരിയാക്കും. എന്റെ കുഞ്ഞിനെ ശകാരിച്ചു, ഞാൻ പോലും ഒരു വടിയെടുത്ത് തല്ലിയിട്ടില്ല. എവിടെന്നാ ഈ ചോദ്യങ്ങളും ഈ ചിന്തകളും വന്നത്? അധ്യാപകർക്കെതിരെ പോസ്കോ കൊടുക്കാനും അധ്യാപകരെ കോടതി കയറ്റാനും നിർലജ്ജത നൃത്തമാടുന്ന സംസ്കാരത്തിലും നമുക്ക് പറയപ്പെടുന്നത് മുസ്ലിം എന്നാ. ഗുരുനാഥന് മതം കൊടുത്ത സ്ഥാനം, മതത്തിൽ ഉള്ളവരെങ്കിൽ അറിഞ്ഞിരിക്കണം, ഗുരുനാഥന് മതം കൊടുത്ത സ്ഥാനം ഹൃദയമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ ഗുരുനാഥൻ, നിങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടുകളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ അംശം എന്ന് പരിശുദ്ധ ഖുർആൻ. ഗുരുനാഥന്റെ സ്ഥാനം അങ്ങനെയാണ്. മറ്റൊരായത്തിൽ കാണാം, ഈ ഗുരുനാഥൻ നമ്മെക്കാളും, നമ്മുടെ ശരീരത്തെക്കാളും, നമ്മുടെ സർവസ്വത്തെക്കാളും ഏറ്റവും വിലപ്പെട്ടവൻ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഈ അർത്ഥത്തിൽ ഒരു ഗുരുനാഥന്റെ സ്ഥാനത്തെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ പറഞ്ഞു തരികയാണ്. ഇനി കേട്ടോളൂ, ഒരു ഗുരുനാഥന്റെ അലിവ് എങ്ങനെ? ഗുരുനാഥൻ ഗുരുവിന്റെ സ്ഥാനത്തിരിക്കുമ്പോൾ ആ മനസ്സ് ആരും കാണുന്നില്ല. ഒരു കുട്ടിയെ ശകാരിച്ചാൽ ആ ശകാരത്തിനൊരു സ്നേഹമുണ്ട്. എന്തുകൊണ്ട്? പഠനവും അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട തലങ്ങളും പറയുന്ന ഖുർആൻ സ്നേഹത്തെയും കരുണയെയും ആ പഠിതാവിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ഗുരുനാഥനെ പറഞ്ഞ പോലെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. രണ്ട് അല്ലമയാണ് ഈ 4 ആയത്തിൽ പറഞ്ഞത്. രണ്ട് അധ്യാപകനെയുമാണ് ഈ 4 ആയത്തിൽ പറഞ്ഞത്. ആദ്യം അധ്യാപകനെ പറഞ്ഞു അർ-റഹ്മാൻ, അല്ലാഹുവിന്റെ ഏറ്റവും വാഴ്ത്തപ്പെടുന്ന നാമം റഹ്മാൻ. ആ റഹ്മാൻ എന്ന വാക്ക് അള്ളാഹനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും റഹ്മാൻ എന്നത് അള്ളാഹു വീതിച്ചു കൊടുത്തത് ഒരുപോലെയാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അവന്റെ വസ്തുക്കൾ, സിഫത്തുകൾ പറയുന്നിടത്ത് ആദ്യം തന്നെ റഹ്മാൻ വരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി പരിമിതപ്പെടുത്തപ്പെട്ടു പോയ പോലെയാണ് റഹീം എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. കരുണാനിധി, പരമകാരുണികൻ എന്നൊക്കെ പറയാറുണ്ട്. കരുണാനിധിയൊക്കെ മരിച്ചുപോയി. അതല്ല അല്ലാഹ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്കപ്പുറം നമ്മുടെ സങ്കല്പങ്ങൾ എത്താത്തൊരു കാരുണ്യ. അല്ലാഹു റഹ്മാനാണ്. കാറ്റ് സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചത് ഈ റഹ്മാൻ പഠിച്ചപ്പോഴാണ്. കാരണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചിന്തിച്ചാൽ എത്തുകയില്ല. മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും അതിനുള്ളതായിട്ടില്ല. അങ്ങനത്തെ ഒരു സൂചനാ നാമം കൊണ്ട് അധ്യാപകനെ കുറിച്ച് പരിചയപ്പെടുത്തിയ റഹ്മാൻ അല്ലമൽ ഖുർആൻ. അവനാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലമ പഠിപ്പിച്ചു. ഖുർആൻ പഠിപ്പിച്ച അധ്യാപകന്റെ ക്വാളിറ്റി റഹ്മത്താണ്, കരുണയാണ്. അധ്യാപകന്റെ ക്വാളിറ്റി കരുണയാണ്. ഇനി അടുത്ത അല്ലമ വരുന്നു. അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. മനുഷ്യവർഗത്തെ, അലിഫ് ലാം ഇസ്തിഗ്റാഖിന്റെ മഅന മനുഷ്യവർഗത്തെ അവൻ പടച്ചു. ഖാലിഖാനവൻ. ഖലഖൽ ഇൻസാൻ, ഖാലിഖായ തമ്പുരാൻ. അല്ലമഹുൽ ബയാൻ. വ്യാകരണങ്ങളും വിശദീകരണങ്ങളും വിശദാംശങ്ങളും ന്യായങ്ങളും യുക്തികളും ഒക്കെ പഠിപ്പിച്ചു. അവിടെയും പഠിപ്പിക്കൽ, പഠനം ആര് പഠിപ്പിച്ചു? ഖാലിഖ് പഠിപ്പിച്ചു. ഖാലിഖും റഹ്മാനുമാണ്
ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അള്ളാനെ തഅലീമിന്റെ മുഖത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തി. ഇങ്ങനെയാ ഒരു ഗുരുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇസ്ലാമിക ബാലപാഠങ്ങൾ നമ്മുടെ മുന്നിൽ തരുന്നത്. അതുകൊണ്ട് ഗുരുനാഥന്റെ സ്ഥാനം നോക്കിക്കോളൂ, അവരുടെ സ്നേഹം പറഞ്ഞറിയിക്കാവതല്ല. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കൂ. മഹാനായ അബ്ദുൽ വഹാബ് ഇബ്നു അലി ഇബ്നു അബ്ദുൽ കാഫി സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ത്വബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. ആരാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്നറിയുമോ? وقال القفال في فتاوى كان الربيع بطيء الفهم فكرر الشافعي عليه مسألة واحدة 40 مرة. മഹാനായ ഖഫാൽ തങ്ങൾ അദ്ദേഹത്തിന്റെ ഫതാവയിൽ കുറിക്കുന്നതായി, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് താബിഈങ്ങളിൽ പ്രമുഖനായ റബീഉ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ തങ്ങളുടെ മുന്നിലിരുന്ന് ഒരു മസ്അല പഠിച്ചപ്പോ പ്രിയപ്പെട്ട അധ്യാപകൻ, സ്നേഹമുള്ള അധ്യാപകൻ, തിരക്കുള്ള അധ്യാപകൻ ഒരു ദിവസം ഒരു വട്ടം പരിശുദ്ധ ഖുർആൻ പകലിൽ മാത്രം, രാവിൽ മാത്രം മറ്റൊരു പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കാൻ 1 മാസം 30 ഖത്മുൽ ഖുർആൻ തീർത്ത തിരക്കുള്ള അധ്യാപകൻ, 1 മാസം 60 ഖത്ം തീർത്ത ദിവസങ്ങളും മാസങ്ങളും ഉണ്ടായിട്ടുള്ള തിരക്കുള്ള അധ്യാപകൻ ഇമാമുന ശാഫിഈ. പ്രിയപ്പെട്ട ശിഷ്യന് തിരക്കേറിയ അധ്യാപകന്റെ സ്നേഹം. ഒരു മസ്അല 40 വട്ടം റബീഇന് പഠിപ്പിച്ചു കൊടുത്തു റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല. മനസ്സിലാവാത്തതിനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് തലകുലുക്കി സമ്മതിക്കല്ല. എന്തും തുറന്നു പറയാം. കാരണം അധ്യാപകൻ റഹ്മത്താണ്. അധ്യാപകൻ കാണിച്ചു കൊടുക്കുന്ന വഴി അത് ശ്രേഷ്ഠമാണ്. എവിടെയാ അറിവ് മനുഷ്യന് കിട്ടാം? എന്റെ പ്രിയമുള്ളവരെ, സിലബസിന്റെ അടിസ്ഥാനത്തിൽ 12 വയസ്സ് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ മദ്രസ വിദ്യാഭ്യാസത്തിൽ എത്തുന്നുണ്ട്. 12 വയസ്സ് അവൻ മദ്രസയുടെ അകത്തളത്തിൽ, ഏതകത്തളം? ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുന്ന മദ്രസയുടെ അകത്തളം, സ്വർഗത്തിന്റെ പൂന്തോപ്പായി ഭൂമിയിൽ കാണാവുന്ന മദ്രസയുടെ അകത്തളം, അനുഗ്രഹ വിഭൂഷിത അകത്തളത്തിന്റെ ഏറ്റവും വലിയ സമയം, അവന്റെ ജീവിതത്തിൽ പ്രധാന സമയം പഠിക്കാൻ വേണ്ടി അവിടെ ചെലവഴിച്ചു വന്നിട്ട് ഒന്നേന്ന് തുടങ്ങുമ്പോൾ തന്നെ അവനെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന സ്വഭാവം അഖ്ലാഖ്, സ്വഭാവങ്ങൾ പഠിപ്പിച്ച് ഇങ്ങനെ പോന്നു. അങ്ങനെ സംസ്കരണത്തിന്റെ വലിയ സിലബസിൽ പോലും മക്കളെത്തിയിട്ട് 23 വയസ്സ് കഴിയുമ്പോഴേക്കും അവന്റെ ജീവിതത്തിൽ അത്രയും കാലത്തിൽ ഏറ്റവും ചെലവ് ചെയ്ത മദ്രസ പഠനം +2 വരെ. പിന്നെ ലഹരി വേട്ടയിൽ പേര് നിശ്ചയിക്കപ്പെടുന്നോടത്തും മാധ്യമങ്ങളിലൂടെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നോടത്തും മുസ്ലിം നാമധാരിയായ മദ്രസ വിദ്യാഭ്യാസം കിട്ടിയ കുട്ടി എങ്ങനെ വന്നു? ഒരു അധ്യാപകന്റെ പൊരുത്തമില്ലാത്ത അവസ്ഥ ഇന്നത്തെ തലമുറകളിൽ ധാരാളം കാണപ്പെടാറുണ്ട്. എന്തുകൊണ്ട്? ഒരു അധ്യാപകനെ നാം പ്രതിഷ്ഠിക്കേണ്ടത്, ഒരു അധ്യാപകനെ നമ്മൾ കുടിയിരുത്തേണ്ടത് ഹൃദയമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവിടേക്ക് നമ്മൾ എത്തിയില്ല. നമ്മൾ രണ്ടിനെയും രണ്ടായി കണ്ടു. ഭൗതികമെന്നും ആത്മീയമെന്നും തരംതിരിച്ചു. 2 പ്രാധാന്യത്തിൽ അറിവിനെ നമ്മൾ വകഭേദം നടത്തി. എന്ന മഹാനായ വക്കീഉ റളിയല്ലാഹു അൻഹു ഒരു വിദ്യാർത്ഥിയുടെ ഭാസ്വര ഭാവിയെ സൂചിപ്പിച്ചുകൊണ്ട് പാടിയ പോലെ, ഒരു അധ്യാപകൻ നയിക്കുന്നോടത്ത്, ഒരു അധ്യാപകൻ മാർഗം കാണിച്ചു കൊടുക്കുന്നോടത്ത് വിദ്യാർത്ഥി പിഴയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ റബീഉ റളിയല്ലാഹു അൻഹുവിന് ഒരു ഭയമല്ല. ചെന്നു, മഹാനവറുകളുടെ മുന്നിൽ ചെന്നു. 40 വട്ടം ആവർത്തിച്ച് പറഞ്ഞ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ബൃഹത്തായ തത്വം എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാൻ മടിയില്ല. റബീഉ ചെന്നുകൊണ്ട് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ സങ്കടത്തോടുകൂടെ പറഞ്ഞു. തിരക്കൊഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം വഖാമ മിനൽ മജ്ലിസി, മഹാനവറുകൾ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ റബീഇന് നാണമുണ്ടിട്ടോ,
ഹയാഅൻ ഫദഅഹു ശാഫിഈ ഫി ഖൽവ. ഇമാം ശാഫിഈയുടെ ഏകാന്തതയിലേക്ക്, ഒറ്റപ്പെട്ടിരിക്കുന്ന, തനിച്ചിരിക്കുന്ന ആ വിലപ്പെട്ട സമയങ്ങളിലേക്ക് റബീഇനെ വിളിച്ചു കൊണ്ടുപോയിട്ട് വകററ അലൈഹി 40 പറഞ്ഞിട്ടും മനസ്സിലാവാത്തത് 40 അപ്പുറത്തേക്ക് പറഞ്ഞു. പിന്നെയും എത്രത്തോളം ഹത്താ ഫഹിമൽ കിതാബ് മനസ്സിലാക്കി കൊടുക്കുന്നവരെ. ഒരു ഗുരുനാഥന്റെ സ്നേഹം മാതാപിതാക്കൾ മാർക്കിടുന്നോടത്തല്ല. ഒരു ഗുരുനാഥന്റെ സ്നേഹം മാതാപിതാക്കൾ മാർക്കിടുന്നോടത്തല്ല. ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ ലോകത്തെ ഏറ്റവും ആർദ്രത ആരുടെ ഹൃദയത്തിലാണെന്നറിയുമോ? ഈ ലോകത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ആരാണെന്നറിയുമോ? ഹബീബ് പറയട്ടെ. ഇമാം റാസി സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം റാസി രേഖപ്പെടുത്തുന്നതായി കാണാം, ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, അലാ ഉഖ്ബിറുകും ബിഅജ്വദിൽ അജ്വാദ്. ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ആരാണെന്നറിയുമോ? സൃഷ്ടിയോട് പറയാ, ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ റഹ്മാനായ അല്ലാഹയാണ്. രണ്ടാമത് ഒരു ധർമ്മിഷ്ഠനെ പറഞ്ഞു കഴിഞ്ഞാൽ വഅന അജ്വദു വുൽദി ആദം, മനുഷ്യനായി പിറന്ന സർവരിലും ഒരു വലിയ ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് പിന്നെ ഞാനാ. അതായത് അല്ലാഹ് കഴിഞ്ഞാൽ, റസൂല് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ആരാണെന്നറിയുമോ? വഅജ്വദുഹും മിൻ ബഅദി റജുലുൻ ആലിമുൻ യുൻശിറു ഇൽമഹു. ഒരു ഇൽമ പഠിച്ച മനുഷ്യൻ, അറിവെന്നേ അതിനർത്ഥമുള്ളൂ, ഇൽമ പഠിക്കുകയും നിഷ്കളങ്കമായി അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നോടത്ത് നിസ്തുല സ്ഥാനം വഹിച്ച ഒരു അധ്യാപകൻ, അവനാണ് പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. അവന്റെ വില പറയാവതല്ല. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം, താഴ്മദാന ഭിന്നതി, യോഗവിത്തേവം ചെയ്യിക്കുന്നതൻ ഗുരുനാഥൻ. മലയാളത്തിന്റെ സുഹൃതം വെള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതാ സമാഹാരം ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്. എത്ര ചീഞ്ഞളിഞ്ഞ വേഷത്തിൽ ചെന്നാലും എന്റെ ഗുരുനാഥൻ എന്നെ സംസ്കരിക്കുന്നു. എത്ര വലിയ ഭംഗിയിലും മോടിയിലും ഞാൻ ചെന്നാലും എന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളത് പുറത്തുള്ളതിനേക്കാളും മോശമാണെങ്കിൽ എന്നെ സംസ്കരിക്കുന്നു. താരകാ മണിമാല ചാർത്തിയാലതും കൊള്ളാം, കാറാണി ചെളി നീളപ്പുരണ്ടാലും അതും കൊള്ളാം. എത്ര മനോഹരമായ രീതിയിൽ മലയാളത്തിന്റെ സുഹൃതം ഒരു ഗുരുനാഥന്റെ മുന്നിലേക്ക് ചെല്ലുന്ന പഠിതാവിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഒരു ഗുരുവിന്റെ വാക്കുകളുടെ മൂർച്ചയെപ്പോലും മലയാളത്തിൽ പരിചയപ്പെടുത്തിയ അനശ്വരമായ വാക്കുകൾ നമ്മുടെ കർണപുടങ്ങളിൽ അലയടിക്കട്ടെ. സംസ്കാരങ്ങൾ പിച്ച് ചീന്തപ്പെടുന്നോടത്ത് അധ്യാപകനെ കൊലപ്പുള്ളിയാക്കാനും അധ്യാപകനെ പ്രതിക്കൂട്ടിൽ നിർത്താനും ശിഷ്യന്മാരുടെ മുന്നിൽ ധൈര്യസമേതം ഒന്ന് ശകാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എടുത്തു കളയപ്പെടുന്നോടത്ത് മനുഷ്യവർഗത്തിന്റെ സംസ്കാരത്തെ പിച്ച് ചീന്തുന്ന ആധുനിക നിയമങ്ങൾക്കൊപ്പം അതിനോടൊപ്പം നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് തലകുലിക്ക് സമ്മതം മൂളിയാലും നശിക്കപ്പെടുന്നത് ഇവിടുത്തെ സംസ്കാരമാ, നശിക്കപ്പെടുന്നത് പുതുതലമുറയുടെ നല്ല ചിന്തകളാ, നശിക്കപ്പെടുന്നത് ഇവിടുത്തെ നന്മകളാ. അങ്ങനെയുണ്ട്. നമ്മുടെ പഴയ കാലത്തെ ഈ മഹലിന്റെ പൂർവികരായ അധ്യാപകരെയും മല്ലാക്കമാരെയും മുക്രിമാരെയൊക്കെ പറയുന്നിടത്ത് ഊരിവടി കൊണ്ട് തല്ലിയ കാര്യം പറയും. വേണമെങ്കിൽ ഇന്ന് അസ്ർ കഴിഞ്ഞാലും ഇവിടെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ പറയും, നമ്മെ പഠിപ്പിച്ച പഴയ കാലത്തെ അധ്യാപകർ, നമ്മുടെ പാനായി ഉസ്താദിനെ പോലെ അള്ളാഹു ഖബർ വെളിച്ചാക്കട്ടെ, അങ്ങനെ പലരും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പഴയകാല മല്ലാക്കമാർ, മുക്രിമാർ, ഉസ്താദുമാർ, അവരുടെ അടി കൊണ്ടവരൊക്കെ പറയും, ആ അടിയുടെ മഹത്വമൊക്കെ പറയും. കിതാബിലുണ്ടോന്നറിയില്ല, പക്ഷെ അധ്യാപകൻ തല്ലിയത് ആ ഭാഗം സ്വർഗത്തിലാണ് മോനെ എന്ന് ഉമ്മ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്കൂൾ അധ്യാപനത്തിന്റെ കൂടെ തന്നെ കരാട്ടയും ബ്ലാക്ക് ബെൽറ്റും കളരിയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ മുന്നിൽ വരുന്നവന്റെ മഹത്വവും ശ്രേഷ്ഠതയും അറിയാതെ പ്രതികരിക്കാനുള്ളതായ മനോഭാവം കുട്ടികളിൽ വളർന്നു വരുന്നുണ്ട്. അത് സ്വന്തം വാപ്പയോ ഉമ്മയോ അധ്യാപകനോ ഒന്നും ഇല്ലാതെ, ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ,
തന്റെ കായികാഭ്യാസം മുഴുവൻ കാണിക്കാനുള്ളൊരു ഇടം പ്രായം പോലും മാനിക്കാതെ കുട്ടികളിൽ അത്തരത്തിലുള്ളൊരു വിവേകം നഷ്ടപ്പെട്ട കാലം. അങ്ങനെയുള്ളിടത്ത് കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിയമങ്ങള്, അതിനോടൊപ്പം തന്നെ അതിന് ചൂട്ടുപിടിക്കുന്ന രക്ഷിതാക്കളുടെ വളരെ സങ്കുചിതമായ ചിന്തകൾ, ഇതൊക്കെ കൂടി ഒരു തലമുറയുടെ ജ്ഞാനത്തിൽ എന്ത് ഐശ്വര്യ ഉണ്ടാക്കി കൊടുക്കുക, എന്ത് പ്രയോജന ഉണ്ടാക്കി കൊടുക്കുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി ജ്ഞാനം കൊണ്ട് കഴിയുന്നു എന്ന് പഠിപ്പിക്കാം. പരിശുദ്ധ ഖുർആൻ അത് ശരിവെക്കുന്നുണ്ടല്ലോ. മലക്കുകൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഒരു മുൻധാരണ ഉള്ളവരാണ്. മലക്കുകൾ അത്ര വിവരമില്ലാത്തവരൊന്നല്ല. മലക്കുകൾ വലിയ ആലിമീങ്ങളൊക്കെയാണ്. അവർക്കൊരു മുൻധാരണയുണ്ട്. മലക്കുകളെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വലിയ ശ്രേഷ്ഠത ഉള്ളവരായി തന്നെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അവർ ഒരു മുൻധാരണ ഉള്ളവരായിരുന്നു. അവര് ചോദിച്ചല്ലോ, തജഅലു ഫീഹാ മയുഫ്സിദ് ഫീഹാ വയസ്ഫികു ദിമാ. രക്തച്ചൊരിച്ചൽ അടിസ്ഥാന ഗുണം അത് മനുഷ്യന്റെ സൈക്കോളജിയാണ്. മനുഷ്യൻ അതപ്പതിക്കുന്നോടത്ത് മൃഗത്തെക്കാൾ അതപ്പതിച്ചു എന്നാ പറഞ്ഞത്. ബൽഹും മദൽ ഉലൈക കൽഅൻആം. മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. മുശബ്ബഹ് ബിഹി അഅല, മൃഗങ്ങളെക്കാൾ താഴെ എന്നൊരർത്ഥം അവിടെ ഉണ്ട്. എന്നാലും അല്ലാഹു സ്വരീഹ് എന്നലക്ക് ശേഷം പറഞ്ഞു, ഇസ്തിദ്റാക്ക് ചെയ്ത് ബൽഹും മദൽ, മൃഗങ്ങളെക്കാളും അതപ്പതിച്ചു. മൃഗങ്ങളെക്കാൾ ഒരു ഹിംസ്രജന്തുവായ സിംഹം വിശപ്പടക്കാൻ ഒരിക്കലും അതിന്റെ കുഞ്ഞിന് കുരുതി കൊടുത്തിട്ടില്ല. എന്നാൽ മനുഷ്യൻ ഹിംസ്രജന്തുവല്ല, മാംസഭുക്കല്ല. എന്നാലും അവന്റെ കുഞ്ഞിനെ കുരുതി കൊടുക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ തെരുവിലുപേക്ഷിച്ചു പോകുന്ന അവിഹിത ഗർഭത്തിന്റെ ഉടമസ്ഥയായ അമ്മ, അവൾ അമ്മ തന്നെയാ. ഒരു മൃഗത്തെക്കാൾ മനുഷ്യൻ അതപ്പതിക്കുന്ന കാലം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യന്റെ അടിസ്ഥാനം നന്ദികേട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്റെ അടിസ്ഥാനം പിഴ. ഇത് ഖുർആൻ പലയിടത്തും പറഞ്ഞത് മലക്കുകളുടെ ഭാഷയിൽ, മറ്റൊരിടത്ത് വന്നത് രക്തച്ചൊരിച്ചിലുള്ളവർ. അപ്പൊ അടിസ്ഥാനത്തെ കുറിച്ച് മലക്കുകൾക്ക് മുൻധാരണ ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല മലക്കുകളെ, അങ്ങനല്ല ലോകമേ. മനുഷ്യൻ അറിവ് കൊണ്ട് സംസ്കരിക്കപ്പെടുന്നവനാണ്. അറിവ് കൊണ്ട് സംസ്കരിക്കപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം വസ്തുനാമങ്ങളിൽ വളരെ നിപുണനായിരുന്നു. ലോകത്ത് സംസാരിക്കപ്പെടുന്ന 2700 ചുല്ലുവാനും ഭാഷകളിൽ ഒരു കടലാസ് കഷ്ണം എടുത്തു കാണിച്ചാൽ അതിന് ഏത് ഭാഷയിലും ഏത് നാമമാണ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ ആദം പറയുമെന്നല്ല അതിനർത്ഥം. ഭാഷയിൽ വൈഭവം. അതുകൊണ്ടാണ് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിൻഗാമികളായ പ്രവാചകന്മാർ ഇങ്ങ് പോരുമ്പോ കാലം വല്ലാതെ വൈകിയിട്ടില്ല. നൂഹ് നബിയുടെ കാലം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ സാമിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഭാഷയായിരുന്നു. സാമിന്റെ ഭാഷ ഇന്നത്തെ ഭാഷാ ഗോത്രങ്ങളുടെ 14 ഗോത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാഗോത്രം സെമിറ്റിക് ഗോത്രമാണ്. സെമിറ്റിക് ഭാഷ, സാമ സംസാരിച്ച ഭാഷ. സാമ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷയിൽ അൽ മുഅ്ജിസത്തുൽ കുബ്ര അദ്ദേഹത്തിന്റെ ഭാഷയായിരുന്നുവെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. സാമിന്റെ സഹോദരൻ ഹാമും ഭാഷകളിൽ നൈപുണ്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ഭാഷാ വൈഭവത്തെ ഇന്നത്തെ ഭാഷാ ശാസ്ത്രജ്ഞർ ഭാഷയുടെ ഗോത്രം തിരിച്ചോടത്ത് ഹെമിറ്റിക് ഭാഷയും കാണാം. അത് ഹാമ് സംസാരിച്ചത്. പിന്നെ ഉള്ളൊരു മകനാണ് യാഫിസ്, നൂഹ് നബിയുടെ മകൻ. പിന്നെ കനാൻ. അപ്പൊ ചരിത്രത്തിൽ മനുഷ്യനെ സംസ്കരിക്കപ്പെട്ടോടത്ത് അറിവ് കൊണ്ട് സംസ്കരിക്കപ്പെട്ടു, അറിവ് കൊണ്ടേ സംസ്കരിക്കപ്പെടൂ എന്ന് പറഞ്ഞത് ആദം നബിയുടെ ചരിത്രം. ഖുർആനിൽ 6-7 സ്ഥലങ്ങളിൽ ചരിത്രം പറയുന്നുണ്ട്. ഒരു സ്ഥലത്തിൽ പറയുന്നതിന്റെ ഉദ്ദേശമായിരിക്കില്ല അടുത്ത സ്ഥലത്തിൽ അത് ആവർത്തനമെന്ന് നമുക്ക് തോന്നിയാൽ പോലും എന്ന് ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത ഒരു വലിയ സങ്കല്പങ്ങളിലേക്ക് മനുഷ്യന്റെ സംസ്കരണത്തിന്റെ ഏറ്റവും വലിയ തത്വങ്ങളും എതിർവാദമറ്റ സിദ്ധാന്തങ്ങളും ഖുർആൻ ഇങ്ങനെ പറയുന്നിടത്ത് അധ്യാപനം
അതൊരു വലിയ മഹത്വമുള്ള കാര്യം. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മുഹമ്മദ് റസൂൽ ഒന്നുകൂടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സഭകളുടെ ഓരം പറ്റി നടന്നു പോവാ പുണ്യ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ. ഇമാം ദാരിമിയുടെ സുനനിൽ ഈ ഹദീസ് കാണാം, ഇബ്നു മാജയുടെ സുനനിൽ ഈ ഹദീസ് കാണാം, ഖതീബ് തിബ്രിസിയുടെ മിഷ്കാത്തിൽ ഈ ഹദീസ് കാണാം. മദീനത്തെ പള്ളിയുടെ ഓരത്ത് രണ്ട് സഭയുണ്ട്, രണ്ടും അനുഗ്രഹീത സഭയെന്ന് മുഹമ്മദ് നബി. മർറ ബി മജ്ലിസൈനി ഫീ മസ്ജിദിഹി ഫഖാല കിലാഹുമാ അലാ ഖൈർ. രണ്ട് മജ്ലിസും നല്ലതാ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, വഅഹദുഹുമാ അഫ്ളലു മിൻ സാഹിബിഹി. രണ്ടിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠത കൂടിയതാ സ്വഹാബ. രണ്ടും നല്ല, എന്നാലും ഒന്ന് മറ്റൊന്നിനേക്കാളും ശ്രേഷ്ഠത കൂടിയതാ. ഏതാണ് ഒന്നാമത്തേത്? ഒന്നാമത്തെ സഭ ഒന്നാമത്തെ സഭയിലെ സ്വഹാബികൾ മുഴുവനും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, ആമീൻ പറയുന്നു. അല്ലാഹുവിലേക്ക് കൊതി ഉണ്ടാക്കുന്ന വാക്കുകൾ കൊണ്ട് മനുഷ്യരുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന പ്രാർത്ഥനാ വചനങ്ങൾ ഇങ്ങനെ ഉരവിടുന്നു, ആമീൻ പറയുന്നു. ആ ദുആ ഒന്ന് കേട്ടാൽ അല്ലാഹനെ ഓർത്തു പോകുന്ന വാക്കുകളാം. നമ്മൾ അങ്ങനെ പലരുടെയും ദുആ കേൾക്കുമ്പോൾ അല്ലാഹനെ ഓർത്തു പോവാറുണ്ടല്ലോ. സാന്ദർഭികമായി പറയട്ടെ, മഹാനായ ശൈഖുന വാവാട് കുഞ്ഞിക്കോയ ഉസ്താദിന്റെ ദുആ കേട്ടാൽ അല്ലാഹനെ ഓർമ്മ വരും. കാരണം അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാ ദുആ ചെയ്യാ. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദുആ അങ്ങനത്തെ ദുആയാണ്. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ നേരിട്ട് തന്നെ അങ്ങ് ആവശ്യം ചോദിക്കുകയല്ലേ. അല്ലാഹ് തന്ന കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് റബ്ബിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, റബ്ബ് തന്ന അനുഗ്രഹത്തെ കുറിച്ചും സമ്പൽ സമൃദ്ധിയെ കുറിച്ചും മക്കളെ കുറിച്ചും സന്താനങ്ങളെ കുറിച്ചും വരുമാനത്തെ കുറിച്ചും ജോലിയെ കുറിച്ചും അല്ലാഹുവോട് ഞാൻ സന്തോഷത്തിലാണ് തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റേറ്റ് പറഞ്ഞു പിന്നെ നമ്മുടെ കാര്യം ചോദിക്കുമ്പോ അല്ലാഹുവിനത് കൂടുതൽ ഇഷ്ടമാണ്. നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ അനുഗ്രഹങ്ങളെ സമ്മതിക്കുന്നു എന്നുള്ളത് ശുക്രായി ഭവിക്കുന്നോടത്തല്ല. ഇൻ ശക്കർതും ലഅസീദന്നകും, ഞാൻ കൂടുതൽ തരുമെന്ന് അള്ളാന്റെ വാഗ്ദാനമുണ്ട്. സ്വഹാബികൾ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് അവതരിപ്പിച്ച് ഇങ്ങനെ ദുആ ചെയ്യാ. കുറെ പേര് കരയാ, കുറെ പേര് ആമീൻ പറയാ. അങ്ങനെയുള്ള ഒരു സദസ്സിൽ അള്ളാഹിനെ കൊതിപ്പിക്കുന്നു, അള്ളാഹുവിലേക്ക് കൊതിയുണ്ടാക്കുന്നു. അങ്ങനത്തെ ഒരു സദസ്സാ ഒന്നാമത്തെ സദസ്സെന്ന് പുണ്യ നബി. എന്നിട്ടും ആ ദുആ മജ്ലിസിന്റെ സദസ്സിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, വേണമെങ്കിൽ റബ്ബ് അവർക്ക് ഉത്തരം നൽകാം, അല്ലെങ്കിൽ ആ സദസ്സ് അല്ലാഹു സ്വീകരിക്കാതിരിക്കാം. അങ്ങനത്തെ സദസ്സ് സ്വഹാബികളുടെ സദസ്സ്, അവർ കരഞ്ഞ സദസ്സ് ചിലപ്പോ സ്വീകരിക്കാം, ചിലപ്പോ സ്വീകരിക്കാതിരിക്കാം. ഇനി കേട്ടോളൂ, എന്നാൽ രണ്ടാമത് ഞാൻ അരികിലൂടെ നടന്നുപോയ രണ്ടാമത്തെ സദസ്സുണ്ടല്ലോ, അവര് ഇൽമ പഠിക്കുന്നു, ഫിഖ്ഹ് പഠിക്കുന്നു. ഉറപ്പായും അല്ലാഹു സ്വീകരിക്കുന്ന സദസ്സാണത്. വിവരമില്ലാത്തവന് വിവരം പഠിപ്പിക്കുന്ന സദസ്സാണ് ഏറ്റവും ഉത്കൃഷ്ടമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതങ്ങ് പറഞ്ഞിട്ട് ഹബീബ് അവരുടെ കൂടെയാണെന്ന് പറഞ്ഞു തീർത്തു. ഞാനൊരു മുഅല്ലിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പുച്ഛഭാവത്തോടു കൂടെയല്ലേ മദ്രസ അധ്യാപകന്റെ നേരെ സമൂഹമേ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഞാനൊരു മുഅല്ലിമാണെന്ന് മദ്രസ അധ്യാപകരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത് നബി മുഹമ്മദ് മുസ്തഫ. ഞാനൊരു മുഅല്ലിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ കരുതി കൂട്ടി പറഞ്ഞതാ, വീടിന്റെ പിന്നാമ്പുറത്തെ തെങ്ങിന്റെ ചുവട് വായാൻ വരുന്ന ആൾക്ക് നാം കൊടുക്കുന്ന കൂലി വെച്ചുകൊണ്ട് കണക്ക് കൂട്ടിയാൽ ഈ സമൂഹത്തിൽ യൂണിയൻ ചേർന്നുകൊണ്ട് ശമ്പളം ചോദിക്കാതെയും സമരം നടത്താതെയും കലാലയങ്ങളെ കൊണ്ടുപോകാൻ മദ്രസ അധ്യാപകരുടെ വിശാല മനസ്സ് എപ്പോഴും നാം പരിഗണിക്കേണ്ടത് തന്നെയാ.
നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കിറ്റുകൾ വിതരണം ചെയ്യുമ്പോഴും സക്കാത്തിന്റെ ലക്ഷോപലക്ഷം വരുന്ന സമ്പത്ത് നമ്മൾ ദാനം ചെയ്യുമ്പോഴും അത് സ്വീകരിക്കുന്ന കാറ്റഗറി വിട്ടുകൊണ്ടതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും സമ്പത്ത് കൊണ്ട് ഉയരാത്ത ഒരു വിഭാഗമുണ്ട്. ഒട്ടിയ വയറിലേക്ക് മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് മദ്രസാധ്യാപനം നടത്തുന്ന നമ്മുടെ അധ്യാപകർ എന്തുകൊണ്ട് സക്കാത്തിന്റെ വിഹിതം അവിടെ എത്തുന്നില്ല? എന്തുകൊണ്ട് കിറ്റുകൾ അവിടെ എത്തുന്നില്ല? പൊതുവെ ഈ സമൂഹത്തിൽ ശമ്പളമില്ലേ? ആർക്കും എന്തും വന്ന് പറയാനും കയർക്കാനും പോസ്കോ വരെ ചാർജ് ചെയ്യാനും അങ്ങനെ വലിച്ചെറിയപ്പെട്ടവരാണോ മുത്തുനബിയുടെ പിന്നിലുണ്ടെന്ന് പറയാൻ പറ്റുന്ന? ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ മുഅല്ലിമീങ്ങളുടെ നേതാവ്, ഞാനൊരു മുഅല്ലിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അർഹതയുള്ളവർക്ക് ആ അർഹതക്കുള്ള പരിഗണന കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിൽ അറിവ് കൊണ്ട് ഒരു മനുഷ്യനിലും സംസ്കരണമില്ല. അത് തന്നെയാ പുതുതലമുറ 10ഉം 12ഉം ക്ലാസ്സുകൾ മദ്രസയിലും കലാലയങ്ങളിലും പഠിച്ചിട്ട് ആ അറിവ് കൊണ്ട് അവൻ സംസ്കാരം പഠിക്കാതെ പോകുന്നത്. ഇത്തരത്തിലുള്ളതായ പ്രവണതകളിലൂടെ നാം നേടിയെടുക്കുന്ന ശാപം അല്ലാഹു സമുദ്ധരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, പലരും ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവർ അടക്കം അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹസ്സുലാക്ക് അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ അടുത്ത ദിവസം അമൃത ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വിധേയനാകുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, നീ എളുപ്പമാക്ക് അല്ലാ. ആ ചികിത്സ കൊണ്ട് റബ്ബേ നീ വിജയം നൽകണേ അല്ലാ. RCCയിൽ ഓപ്പറേഷന് വിധേയനാകുന്ന പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്ക് അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന മക്കളുടെ ബിസിനസ്സിലും ജോലിയിലും പ്രയാസമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പിതാവ് ഇന്നലെ പറഞ്ഞേൽപ്പിച്ചതാ. അല്ലാഹുവേ, നീ ബറക്കത്തിലാക്ക് അല്ലാ. അവിടെയുള്ള എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ മക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ എല്ലാം സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠിക്കുന്ന മക്കളിൽ ജോലി ചെയ്യുന്ന മക്കളിൽ റബ്ബേ എല്ലാ ബറക്കത്തും നൽകണേ അല്ലാ. ഈ വർഷം പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറ ആഗ്രഹിക്കുന്നവർക്ക് നീ എല്ലാം എളുപ്പമാക്ക് അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഹജ്ജ് ഫർളായവർക്ക് അത് നിർവഹിക്കാതെ ഉള്ള മരണം നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയോട് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.